കൗണ്ട് ചെയ്തു നോക്കുമ്പോ 18 കിതാബുകളുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും മനസ്സിലാക്കി വെക്കേണ്ട സംഭവമാണ്. 18 കിതാബുകളുണ്ട്. ഉസ്താദ് രണ്ടാമത് കൗണ്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു. രണ്ടാം തവണ ആ ഉസ്താദ് കണക്ക് കൂട്ടുമ്പോ 17 കിതാബുകളാണ് ലഭിക്കുന്നത്. നമ്മുടെ യുവാക്കൾ രാത്രി ഉറങ്ങുന്നത് അർദ്ധരാത്രി കഴിഞ്ഞിട്ടാണ്. വേദനയുണ്ട് ഇതിൽ. അർദ്ധരാത്രി കഴിഞ്ഞിട്ടാണ്, മറ്റൊന്നിനുമല്ല. വെറും സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് വേണ്ടി മാത്രം അർദ്ധരാത്രി വരെ ഉറക്കം ഒഴിവാക്കുന്ന പ്രിയപ്പെട്ട യുവാക്കളെ പരിശുദ്ധമാകപ്പെട്ട സുബ്ഹ് ബാങ്ക് വിളിക്കുമ്പോ ഞങ്ങൾ ഉറക്കത്തിലാണ്. കാരണം അർദ്ധരാത്രി വരെ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യമല്ല എന്നൊരു വലിയ ബോധം നിങ്ങൾക്കുണ്ട്. പക്ഷെ അതല്ല വിഷയം. ഇന്നത്തെ ആഫിയത്ത് കുറവ്, അനാരോഗ്യത്തിന് ഏറ്റവും വലിയ കാരണം യഥാർത്ഥമായി കിടന്നുറങ്ങേണ്ട രാത്രി സമയങ്ങൾ ഞങ്ങൾ ഉപകാരപ്പെടുത്തുന്നില്ല എന്ന വലിയ പ്രശ്നമാണ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് പ്രിയപ്പെട്ട നമ്മുടെ യുവ സമൂഹം ഒന്നാലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മഹാന്മാരെല്ലാം അവർ അത്ര വലിയ സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടത് നിങ്ങൾ നോക്ക്. ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നു മഅദിൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട് വഫാത്തായി കിടക്കുമ്പോൾ കൈവിരലുകൾ അനങ്ങുന്നു. ഖാലിദ് ഇബ്നു മഅദിൻ റളിയല്ലാഹു അൻഹു വഫാത്തായി കിടക്കുമ്പോൾ കൈവിരലുകൾ അനയുന്നു. യാ അല്ലാഹ്, ഞങ്ങളെ കൈവിരലുകളിൽ എണ്ണം പിടിച്ച് തസ്ബീഹ് ചെല്ലുന്നില്ലേ, ദിക്റുകൾ ചെല്ലുന്നില്ലേ, സ്വലാത്തുകൾ ചെല്ലുന്നില്ലേ? ആ നിലക്ക് വിരലുകൾ അനങ്ങുന്നു. എന്തേ കാരണോ? ഒരു ദിവസവും 40,000 ദിക്റുകൾ ചെല്ലാതെ ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നു മഅദിൻ തങ്ങൾ കിടന്നുറങ്ങിയിട്ടേ ഇല്ല. ഒരൊറ്റ ദിവസവും 40,000 ദിക്റുകൾ ചെല്ലാൻ അവർക്ക് സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ 40,000 സംഖ്യ എണ്ണി തീർക്കാൻ കഴിയോ നമുക്കൊരു ദിവസത്തിൽ? അവർ സമയത്തിന് കണ്ടെത്തിയത് നോക്കണം നിങ്ങൾ. യാ അല്ലാഹ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശത്രുക്കൾക്ക് കാവലായി ഞങ്ങൾ കിടന്നുറങ്ങുമ്പോ പുറത്തു ശത്രുക്കളെ നോക്കി നിൽക്കാൻ വേണ്ടി ആര് നിൽക്കുമെന്ന് സ്വഹാബികളോട് ചോദിച്ചപ്പോ അന്ന് കൈ ഉയർത്തിയത് ബഹുമാനപ്പെട്ട അമ്മാർ ഇബ്നു യാസിർ തങ്ങളാണ്. രണ്ടാമത് കൈ ഉയർത്തുന്നത് ഉബാദ് ഇബ്നു ബിശ്ർ തങ്ങളാണ്. രണ്ടു പേരും ഏറ്റെടുത്തു, നബിയേ, അങ്ങ് കിടന്നുറങ്ങുമ്പോ ശത്രുക്കള് വരുന്നുണ്ടോ എന്ന് പുറത്തു നിന്ന് ഞങ്ങൾ നിരീക്ഷിക്കാം നബിയേ. രണ്ടു പേരും ഉറങ്ങാതെ പുറത്തു നിൽക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉബാദ് ഇബ്നു ബിശ്ർ തങ്ങൾ പറഞ്ഞു അമ്മാർ ഇബ്നു യാസിർ തങ്ങളോട്, അല്ല അമ്മാർ, രണ്ടാലും ഉറങ്ങാതെ സമയം ഇങ്ങനെ നീട്ടി പരത്തുന്നതിൽ കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഒരല്പസമയോ നിങ്ങൾ ഉറങ്ങിക്കോ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങാം. നമ്മുടെ രണ്ടാളുടെ ഇടയിൽ ചില സമയങ്ങൾ ഞങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കിടന്നുറങ്ങാം. ആദ്യമായി കിടന്നുറങ്ങുന്നത് ബഹുമാനപ്പെട്ട അമ്മാർ ഇബ്നു യാസിർ തങ്ങളാണ്. പിറകെയുണ്ട് ആരെ? ഉബാദ് ഇബ്നു ബിശ്ർ തങ്ങള്. നിരീക്ഷിക്കുന്നുണ്ട് ശത്രുക്കള് വരുന്നുണ്ടോ. ആ സമയത്ത് ഉബാദ് ഇബ്നു ബിശ്ർ തങ്ങളുടെ ചിന്ത, യാ അല്ലാഹ്, ഞാൻ എന്തിനാണ് വെറുതെ ഇങ്ങനെ നിന്നിട്ട് ശത്രുക്കളെ നിരീക്ഷിക്കുന്നത്? അത് അത്രയ്ക്കും വേഗത്തിൽ അവർ എത്തിപ്പെടൂലല്ലോ. അതുകൊണ്ട് ഞാൻ ഒരല്പസമയോ എന്റെ നിരീക്ഷണത്തിന്റെ ഈ സമയത്തില് ഞാൻ നമസ്കരിക്കട്ടെ, വുളു
എടുത്ത് നിസ്കരിക്കാൻ നിൽക്കുകയാണ്. ഉബാദ് ഇബ്നു ബിശ്ർ തങ്ങള് ഇത് കണ്ട ശത്രുക്കൾ യാ അല്ലാഹ് അമ്പേറ് നടത്തുന്നു. ആദ്യമായൊരു അമ്പ് കൊണ്ടപ്പോ പതറിയില്ല, നിസ്കാരത്തിൽ നിന്ന് കൈവിട്ടില്ല. രണ്ടാമതും അമ്പ് കൊണ്ടപ്പോ യാ അല്ലാഹ് രക്തം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. ഇനി മൂന്നാമതൊരു അമ്പേറ് കിട്ടിയാൽ ഞാൻ ഇവിടെ മരണപ്പെട്ടു പോകും. ഒരു ഭാഗത്ത് അമ്മാർ തങ്ങൾ ഉറങ്ങുന്നുണ്ട്, മറുഭാഗത്ത് ഞാനും ശത്രുക്കളുടെ അമ്പേറ്റ് ഇവിടെ വീണ് മരണപ്പെട്ടു പോയാൽ ശത്രുക്കളും മുത്തുനിബിതങ്ങളെ അറ്റാക്ക് ചെയ്യൂലേ? അപ്പോഴാണ് അമ്മാർ തങ്ങളെ വിളിക്കുന്നത്. യാ അമ്മാർ, യാ അമ്മാർ, എനിക്കോ അമ്മാർ, യാ അല്ലാഹ്. അമ്മാർ തങ്ങളെ എണീറ്റ് നോക്കുമ്പോ ബഹുമാനപ്പെട്ട ഉബാദ് ഇബ്നു ബിശ്ർ തങ്ങളെ രക്തത്തിലുണ്ട്. അമ്പേറ് കൊണ്ട് മരണവേദനയിൽ കിടക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞുകൊണ്ട് വരുന്നത്? നിരീക്ഷണത്തിന് നിൽക്കുന്ന, കാവലിന് നിൽക്കുന്ന അസമയത്ത് പോലും അവരെ ആഗ്രഹം കണ്ടില്ലേ? ആ സമയം ചെലവഴിക്കുന്ന അവരുടെ ആഗ്രഹം കണ്ടില്ലേ? നൂറുൽ ഉലമാ ഉസ്താദ് അവറുകൾക്ക് അതേ വിദേശത്ത് നിന്ന് ആരോ ഒരാൾ കിതാബുകൾ പറഞ്ഞയക്കുകയാണ്. ആ കിതാബുകൾ എത്രയുണ്ടെന്ന് നോക്കാൻ വേണ്ടി ഒരു ഉസ്താദിനോട് എം.എ. ഉസ്താദ് ആവശ്യപ്പെട്ടു. യാ അല്ലാഹ്, ആ ഉസ്താദ് ഇങ്ങനെ കൗണ്ട് ചെയ്തു നോക്കുമ്പോ 18 കിതാബുകളുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും മനസ്സിലാക്കി വെക്കേണ്ട സംഭവമാണ്. 18 കിതാബുകളുണ്ട്. ഉസ്താദ് രണ്ടാമത് കൗണ്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു. രണ്ടാം തവണ ആ ഉസ്താദ് കണക്ക് കൂട്ടുമ്പോ 17 കിതാബുകളാണ് ലഭിച്ചത്. നേരത്തെ ആദ്യത്തെ കൗണ്ടിൽ 18 കിതാബുകൾ, രണ്ടാമത് എണ്ണിയപ്പോൾ 17 കിതാബുകൾ. ഒരു കിതാബ് കുറഞ്ഞില്ലേ? ഒന്നരായ എം.എ. ഉസ്താദ് ആ സമയത്ത് ചോദിച്ചത്, അല്ല മോനെ, പ്രിയപ്പെട്ട പ്രവർത്തകരെ, നമുക്കിതിൽ വലിയ പാഠമുണ്ട്. എം.എ. ഉസ്താദ് ചോദിക്കാണ്, അല്ല മോനെ, ആദ്യം എണ്ണിയപ്പോൾ, ആദ്യം കൗണ്ട് ചെയ്തപ്പോൾ ശരിയായി കണക്കാക്കിയിരുന്നെങ്കിൽ എന്റെ ഒരു 2 നിമിഷങ്ങള് നഷ്ടപ്പെടുമായിരുന്നില്ലല്ലോ. ആദ്യത്തെ കണക്ക് ശരിയായിരുന്നെങ്കിൽ എന്റെ 2 നിമിഷങ്ങള് എനിക്ക് ലഭിക്കുമായിരുന്നല്ലോ. സമയത്തിന് അവർ കൊടുക്കുന്ന വില എത്രയാണ്?